ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2017-18 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് 6 പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. ഗണിതോത്സവം, സഞ്ചി നിറക്കാം, അളവ് പാത്രം, സ്കൂൾ ബസ്, താഴുകളും താക്കോലുകളും, വിളവെടുപ്പ്. ഓക്കെ, അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രവർത്തനം 1 ഗണിതോത്സവമാണ്. രാമുവിൻ്റെ സ്കൂളിൽ ഗണിതോത്സവത്തിനോടനുബന്ധിച്ച് ഒരുക്കിയ പൂക്കളത്തിൻ്റെ ചിത്രം നോക്കൂ. താഴെ നമുക്ക് പൂക്കളത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം നൽകിയിട്ടുണ്ട്. പൂക്കളത്തിൽ ഓരോ ജ്യാമിതീയ രൂപവും എത്ര എണ്ണം ഉണ്ടെന്ന് പട്ടികയിൽ എഴുതണം. രൂപം, എണ്ണം എന്നിങ്ങനെ പട്ടികയാണ് തന്നിട്ടുള്ളത്. 1 ചതുരം. ചതുരം എത്ര എണ്ണം ഉണ്ടെന്ന് കൂട്ടുകാർ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം അല്ലേ. അപ്പോൾ 9 ചതുരങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അവിടെ 9 എന്ന് എഴുതി കൊടുക്കണം. ഇനി ത്രികോണമാണ്. ത്രികോണം എത്രയാണ്? 6 ത്രികോണങ്ങളുണ്ട് അല്ലേ. ഒരു ചതുരത്തെ 2 പാർട്ടാക്കിയിട്ട് അതിനെയും 2 ത്രികോണമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വട്ടമാണെങ്കിലോ 8 വട്ടമാണ് ഇതിലുള്ളത്. കൂട്ടുകാരതൊന്ന് എണ്ണി കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനം ചിത്രം വരക്കാം. ഗണിത രൂപങ്ങൾ ഉപയോഗിച്ച് തന്നിട്ടുള്ള ചിത്രത്തെ മാറ്റി വരക്കുക. മാതൃക ശ്രദ്ധിക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഗണിത രൂപങ്ങൾ വെച്ചുകൊണ്ട് ഒരു പൂച്ചയെ വരച്ചു, അതിൽ നിന്നും ഒരു കിളിയെ ഉണ്ടാക്കി അല്ലേ. അപ്പോൾ കൂട്ടുകാരും ഇത്തരത്തിൽ ഒരു ചിത്രം വരച്ചു നോക്കണം. പ്രവർത്തനം 2 സഞ്ചി നിറക്കാം എന്നുള്ളതാണ്. മഹിമ സ്റ്റോഴ്സിൽ നിന്നും ജയേഷു സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഇനം എന്തൊക്കെയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, കാപ്പിപ്പൊടി, പരിപ്പ്, കടുക്, തേയില, പയറ്, ഉലുവ, ജീരകം, പഞ്ചസാര. ഇനി അതിൻ്റെ ഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്ര ഗ്രാമാണ് ഓരോന്നും വാങ്ങിയിട്ടുള്ളത് എന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഇതിലെ ചോദ്യം. വാങ്ങിയ സാധനങ്ങൾ 2 സഞ്ചികളിലാക്കി ക്രമീകരിക്കുവാൻ ജയേഷു തീരുമാനിച്ചു. ചെറിയ സഞ്ചിയിൽ ആകെ 1000 ഗ്രാം ഭാരമുള്ള സാധനങ്ങളാണ് വെച്ചത്. ഓക്കെ, ബാക്കി സാധനങ്ങൾ വലിയ സഞ്ചിയിൽ വെക്കുന്നു. ഏതൊക്കെ സാധനങ്ങളായിരിക്കും വലിയ സഞ്ചിയിലും ചെറിയ സഞ്ചിയിലും വെച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ ചെറിയ സഞ്ചിയിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞു 1000 ഗ്രാം അഥവാ 1 കിലോ വരെയുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മുളക് പൊടി എടുക്കാം. മുളക് പൊടി എടുത്താൽ 500 ഗ്രാമായി അല്ലേ. ഇനി നമുക്ക് എന്തെടുക്കാം? മല്ലിപ്പൊടി എടുക്കാം. അപ്പോൾ എത്രയായി? 500 + 250 750 ആയി. പിന്നെ നമുക്ക് തേയില 750 ആണ്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാമായി അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ ക്രമപ്പെടുത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും 1000 എണ്ണം നിങ്ങൾക്ക് വെച്ചിട്ട് ക്രമപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, തേയില. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വലിയ സഞ്ചിയിലാണ്, അഥവാ കാപ്പിപ്പൊടി, പരിപ്പ്, കടുക്, പയറ്, ഉലുവ, ജീരകം, പഞ്ചസാര. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം. വലിയ സഞ്ചിയിലെ വസ്തുക്കളുടെ ആകെ ഭാരം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? കാപ്പിപ്പൊടി ഓരോന്നിൻ്റെയും ഭാരം നമ്മൾ എഴുതണം. 200, പരിപ്പ് 200, കടുക് 100, അതുപോലെ തന്നെ പയറ് 100, ഉലുവ, ജീരകം 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റുകളാണ്. അപ്പോൾ 50 + 50 100 ആവും. ഓക്കെ, അപ്പോൾ 200 കൂടെ ആഡ് ചെയ്യണം. പിന്നെ അവസാനത്തെ പഞ്ചസാര 500. ഇത് മൊത്തം നമുക്ക് കൂട്ടുമ്പോൾ 2000 എന്ന് കിട്ടും. ഇനി എത്ര കിലോഗ്രാം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2000 എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 2 കിലോഗ്രാം ആണ് അല്ലേ. ഇനി 2 സഞ്ചിയിലെയും കൂടി വസ്തുക്കളുടെ ആകെ ഭാരം എത്ര? കിലോഗ്രാമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതിൽ നമ്മൾ പറഞ്ഞു 1000 ഗ്രാം ആണ് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തേതിൽ 2000 ഗ്രാം ആണ്. അപ്പോൾ 2000 + 1000 3000 ഗ്രാം കിട്ടി. 3000 ഗ്രാം എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർക്ക് അറിയാം. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് 1 കിലോഗ്രാം ആണ്. ഇനി പ്രവർത്തനം 3 അളവ് പാത്രമാണ്. രാജുവിന് കുപ്പിയിൽ പാല് അളന്നെടുക്കണം. പാല് അളന്നെടുക്കുവാൻ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സാധനമാണ് ഉപയോഗിക്കുന്നത്? ചിത്രത്തോട് ചേർന്ന് ചതുരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് പാലാണ് അളക്കേണ്ടത്. ഒന്നാമത്തേത് സ്കെയിലാണ്. സ്കെയിൽ നമ്മൾ അളക്കുന്നത് ഒരു സാധനത്തിൻ്റെ നീളം വീതിയൊക്കെ അളക്കാനാണ്. ഇനി അടുത്തത് കിലോഗ്രാം ആണ്. കിലോഗ്രാം നമ്മൾ സാധനങ്ങളുടെയാണ് അളക്കുന്നത്. പാല് പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ നമുക്ക് അളക്കാൻ പറ്റില്ല. പാല്, വെള്ളം, ഓയിൽ ഇതൊന്നും നമുക്ക് കിലോഗ്രാമിൽ അളക്കാൻ പറ്റില്ല. അത് നമ്മൾ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള മില്ലി ലിറ്ററിലാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ 3ാമത്തെ ചിത്രമാണ് ശരിയായ ആൻസർ. ഇനി അടുത്തത്. രാജുവിന് 1 ലിറ്റർ 200 മില്ലി ലിറ്റർ പാല് അളന്നെടുക്കണം. ഒരു അളവ് പാത്രം ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ. ഏതൊക്കെ അളവ് പാത്രങ്ങൾ എടുക്കുന്ന അളവ് പാത്രങ്ങൾ ചുറ്റും വട്ടം വരയ്ക്കുക. അപ്പോൾ 1 ലിറ്റർ ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് 1 ലിറ്ററിൻ്റെ പാത്രം എടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് 200 മില്ലി ലിറ്റർ ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 200 മില്ലി ലിറ്ററിനും പാത്രമുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 100 മില്ലി ലിറ്റർ 2 തവണ എടുക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 തവണയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ 1 ലിറ്ററിൻ്റെ പാത്രവും 200 മില്ലി ലിറ്ററിൻ്റെ പാത്രവും എടുത്താൽ മതി.
ഇനി സി 500 മില്ലി ലിറ്റർ 200 മില്ലി ലിറ്റർ 100 മില്ലി ലിറ്റർ അളവ് പാത്രങ്ങൾ ഉപയോഗിച്ച് 1 ലിറ്റർ പാലിനെ വ്യത്യസ്ത രീതിയിൽ അളന്നെടുക്കാമോ? ഒരു രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 500 മില്ലി ലിറ്റർ 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ അവിടെ 1000 ആയി അല്ലേ, ഒരു തവണ. അപ്പോൾ അവിടെ 500 ആയി. ഇനി 200 മില്ലി ലിറ്റർ 2 തവണ. അപ്പോൾ എത്രയാണ്? 400 ആയി. അപ്പോൾ 500 400 900 ആയി. ഇനി 1000 മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ അവിടെ 100 മില്ലി ലിറ്ററിൻ്റെ ഒരു പാത്രം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1000 ആവും. ഇനി അടുത്തൊരു വേ എന്ന് പറയുന്നത് എന്താണ്? 500 മില്ലി ലിറ്ററിൻ്റെ 2 പ്രാവശ്യം എടുത്താൽ പോരെ? അപ്പോൾ 1000 ആയില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് 200 മില്ലി ലിറ്ററിൻ്റെ പാത്രം 5 തവണ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടും. കാരണം 200 ഇൻറ്റു 5 എന്ന് പറയുന്നത് 1000 ആണ്. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? 100 ഇത്ര തവണ 200 ഇത്ര തവണ എന്നൊക്കെ എടുത്ത് അങ്ങനെയും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി 4ാമത്തെ പ്രവർത്തനം സ്കൂൾ ബസ്സാണ്. സ്കൂൾ ബസ്സിൻ്റെ വലതുഭാഗത്ത് 3 പേർ വീതം ഇരിക്കുന്ന 8 സീറ്റുണ്ട്. ഇടതുഭാഗത്ത് 2 പേർ വീതം ഇരിക്കുന്ന 6 സീറ്റ്, ഏറ്റവും പുറകിൽ 7 പേർ ഇരിക്കുന്ന വലിയ സീറ്റ്. എല്ലാ കുട്ടികളും ഇരുന്ന് കഴിഞ്ഞപ്പോൾ 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ബസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്കൂൾ ബസ്സിൻ്റെ വലതുഭാഗത്ത് 3 പേർ ഇരിക്കുന്ന 8 സീറ്റാണല്ലേ. അപ്പോൾ 3 ഇൻറ്റു 8, അപ്പോൾ എത്ര പേർക്ക് ഇരിക്കാമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 2 പേർ ഇരിക്കുന്ന 6 സീറ്റാണ്. അപ്പോൾ 2 ഇൻറ്റു 6, അപ്പോൾ 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ്? 24 അല്ലേ. അങ്ങനെയാണ് 2 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12. ഇനി അടുത്തത് എത്രയാണ്? 7 പേർ ഇരിക്കുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ 7 തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 24ഉം അതുപോലെ 12ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 43 എന്ന് കിട്ടും. ഇനി ഇവിടെ തന്നിട്ടുള്ള അടുത്തതെന്ന് പറയുന്നത് 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഈ 43ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 40 കുട്ടികളാണ് അവിടെ ടോട്ടൽ ഉള്ളത് അല്ലേ. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം 5 താഴുകളും താക്കോലുകളുമാണ്. സ്കൂൾ അടക്കാൻ തുടങ്ങിയപ്പോഴാണ് താഴുകളും താക്കോലുകളും പരസ്പരം മാറിയത് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ താഴുകളിലും താക്കോലുകളിലും ഉള്ള ക്രിയകൾ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാം. ക്രിയ ചെയ്ത ശേഷം ഒരേ ഉത്തരം വരുന്ന താഴും താക്കോലും വരച്ചു യോജിപ്പിക്കുക. ഇവിടെ താഴെ ക്രിയ ചെയ്യാനുള്ള സ്ഥലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് 699 മൈനസ് 309 ആണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 390 ആണ്. അപ്പോൾ ആ താഴ് കൊണ്ടാണ് ഈ പൂട്ട് തുറക്കേണ്ടത്. ഇനി അടുത്ത് നോക്കൂ, 494 ആണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കണം. അപ്പോൾ 802 മൈനസ് 308 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 494 ആണ്. അങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തിയതാണ് ഓരോന്നും നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 689 മൈനസ് 490 199. ഇനി അടുത്തത് 536 മൈനസ് 429 107. 715 മൈനസ് 599 116. അപ്പോൾ നിങ്ങൾ ഈ ക്രിയ ചെയ്ത് നോക്കിയാൽ തന്നെ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അവസാനത്തേത് സ്കൂളിലെ കാർഷിക ക്ലബ്ബ് ആദ്യ ദിവസം വിളവെടുത്ത പയറിൽ കുറച്ച് ഉച്ചഭക്ഷണത്തിന് കൊടുത്തു. ബാക്കി വന്ന 6 കിലോ പയർ 2 പേർക്ക് തുല്യമായി വീതിച്ചു നൽകി. ഒരാൾക്ക് എത്ര പയർ കിട്ടും? അപ്പോൾ 6 കിലോയാണുള്ളത്. ഇത് 2 പേർക്കാണ് വീതിച്ച് നൽകിയത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? 2 പേർക്കും ഈക്വൽ ആയിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 6 ഹരിക്കണം 2 3 എന്ന് കിട്ടും. അപ്പോൾ 3 കിലോഗ്രാം ആണ് ഒരു പേർക്ക് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ 2 പേർക്ക് നൽകുമ്പോൾ 6 കിലോഗ്രാം എന്ന് വരും. ഇനി ബി ചോദ്യം, 2ാം ദിവസം ഉച്ചഭക്ഷണത്തിന് എടുത്തതിന് ശേഷം ബാക്കി വന്ന 16 കിലോഗ്രാം വഴുതനങ്ങ 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിലോ കിട്ടും? ഇത് നമ്മൾ ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 16 ഹരിക്കണം 4 ചെയ്യുമ്പോൾ 4 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഒരാൾക്ക് 4 കിലോഗ്രാം കൊടുക്കണം. ഇനി ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ 4നെ 4 പ്രാവശ്യം കൂട്ടി നോക്കിയാൽ 16 ആണോ കിട്ടുന്നത് എന്ന് നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗവും നന്നായിട്ട് ഹരിക്കാനും കുറക്കാനും കൂട്ടാനും ഗുണിക്കാനും എല്ലാം ഒന്ന് പഠിച്ചു വെച്ച് പോയാൽ മാത്രം മതി. ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.